Okay, welcome to another video on Formula 1. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ്റ്റൺ മാർട്ടിൻ ഫോർമുല 1 ടീമിൻ്റെ 2026 കാർ, അതായത് അഡ്രിയാൻ ന്യൂവി ഡിസൈൻ ചെയ്ത ഏറ്റവും പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പോകും. അപ്പോൾ കഴിഞ്ഞ വർഷമായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആസ്റ്റൺ മാർട്ടിൻ പുതിയ സീസണിൽ കംപ്ലീറ്റ്ലി അടിച്ചു പണിതിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ എഞ്ചിനീയേഴ്സ് വന്നു, മെഴ്സിഡസിലും റെഡ് ബുള്ളിലും ഒക്കെ മുമ്പുണ്ടായിരുന്ന എഞ്ചിനീയേഴ്സ് വന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം വരെ മെഴ്സിഡസ് ആയിരുന്നു ആസ്റ്റൺ മാർട്ടിന് എഞ്ചിൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മെഴ്സിഡസിനെയൊക്കെ പുറത്താക്കി ഇപ്പോൾ ഹോണ്ടയാണ് ആസ്റ്റൺ മാർട്ടിൻ്റെ എഞ്ചിൻ കൊടുക്കുന്നത്. അറിയാലോ, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഹോണ്ട. അപ്പോൾ ഹോണ്ടയാണ് ഈ വർഷം ആസ്റ്റൺ മാർട്ടിനെ പവർ ചെയ്യുന്നത്. സോ അങ്ങനെ ബാഴ്സലോണ ഷേക്ക് ഡൗൺ എത്തി. അപ്പം ആദ്യം തന്നെ മെഴ്സിഡസ്, ഫെറാറി ടീംസ് എല്ലാം ഷേക്ക് ഡൗൺ വന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. പക്ഷെ ആസ്റ്റൺ മാർട്ടിന് അപ്പോഴൊന്നും വന്നിട്ടില്ല. അങ്ങനെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറയുന്ന പോലെ ആസ്റ്റൺ മാർട്ടിൻ കുറച്ച് വൈകിയാലും അടിപൊളി ഒരു മെഷീനറിയായിട്ട് തന്നെയാണ് വന്നത്. കാർ ഗാരേജിൽ നിന്ന് ഇറങ്ങി ട്രാക്കിലേക്ക് വന്നപ്പോഴത്തേന് തന്നെ എല്ലാവരുടെയും കണ്ണു തള്ളി. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെറ്ററൻ എഞ്ചിനീയർ അഡ്രിയാൻ ന്യൂവി, പുള്ളിക്ക് അറിയാവുന്ന സർവ്വ പണിയും ഈ ഒരു കാറിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറിൽ ഫസ്റ്റ് തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കാറിൻ്റെ അപ്പർ ബോഡി വർക്കൗട്ടിലുള്ള ഒരു വൈക്കിംഗ് സോണാണ്. ഈ വൈക്കിംഗ് സോൺ അഡ്രിയാൻ ന്യൂവിയുടെ ഡിസൈനിലെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. 2005 മെക്ലാരൻ MP420 ഈ സെയിം ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ഹെഡ് റെസ്റ്റിന് ചുറ്റും ഉണ്ടാകുന്ന എയർ ഫ്ലോയിനെ ഒന്ന് കണ്ടെയ്ൻ ചെയ്ത് വിടുന്നതിന് വേണ്ടിയാണ്. പിന്നെ എൻജിൻ കവറിലേക്കുള്ള എയർ ഫ്ലോ ഒന്ന് നീറ്റാക്കി വിടുന്നതും ഈ വൈക്കിംഗ് സോണാണ്. സോ ഈ കാറിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ അതിൻ്റെ ആ ഒരു നോസ് എന്ന് പറയുന്നത് സാധാരണ മറ്റ് കാറുകളെക്കാളും, മറ്റ് ഫോർമുല 1 കാറിനേക്കാളും അതിൻ്റെ ഒരു നോസ് സെക്ഷൻ ഇച്ചിരിയുടെ വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ നോസിന് അത്ര വിഡ്ത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ, അതായത് കാർ റണ്ണ് ചെയ്യുമ്പോൾ എയർ വന്ന ആ നോസിൻ്റെ ഫ്രണ്ട് തട്ടിയിട്ട് സൈഡിലേക്ക്, ആ നോസിൻ്റെ ആ ഒരു വിഡ്ത്ത് കൂടിയ സൈഡ്സിലേക്ക് സ്പില്ലായി പോകും. അങ്ങനെ ഈ ഫ്രണ്ട് നോസിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന എയർ ഈ വിങ്സിൻ്റെ വോയിഡിലേക്ക് ചെന്നിട്ടാണ് ചേരുന്നത്. അതായത് ഈ വിങ്സിൽ നമുക്കറിയാമല്ലോ, വിങ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ഫോർമുല 1 കാറിൻ്റെ ഏറ്റവും ആദ്യം എയറോട്ട് കോണ്ടാക്റ്റ് വരുന്ന പാർട്ടാണ് ഫ്രണ്ട് വിങ്സ്. അപ്പോൾ ഈ ഫ്രണ്ട് വിങ്സിൽ നിന്ന് പോകുന്ന എയർ കാറിൻ്റെ അടിയിലേക്ക് പോകുന്ന എയറിൻ്റെ ഉണ്ടാകുന്ന ആ വോയിഡിലേക്ക്, അതായത് ആ ഒരു വേളിലേക്ക് ഈ നോസിൽ നിന്ന് പോകുന്ന എയറും ജോയിൻ ചെയ്യും. അപ്പോൾ നോസിൻ്റെ വിഡ്ത്ത് ഇത്രയും കൂട്ടി വെക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സെറ്റ് ഓഫ് ടയേഴ്സിൻ്റെ ബിഹൈൻഡിൽ ഒരു ഹൈ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ പ്രഷർ ഏരിയ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വിങ്സിൻ്റെ ആ ഒരു റീജിയനിൽ ഒരു ഔട്ട് വാഷ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള പാർട്ടെന്ന് പറയുന്നത് സൈഡ് പോർട്സ് ആണ്. സോ അഡ്രിയാൻ ന്യൂവിയുടെ ഒരു നോർമൽ സൈഡ് പോർട്സ് ഡിസൈൻ എന്ന് പറയുന്നത്, അതായത് നേരത്തെ റെഡ് ബുള്ളിലൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ പുതിയൊരു ഡിസൈൻ എന്ന് പറയുന്നത് സൈഡ് പോർട്സ് ഒത്തിരി ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് 2021 മെഴ്സിഡസിൽ ഉണ്ടായിരുന്ന ആ ടൈപ്പ് സൈഡ് പോർട്സ്. അപ്പോൾ ഈ സൈഡ് പോർട്സിന് ഒത്തിരി വീതി കുറവാണെങ്കിലും പക്ഷേ ആ ഒരു വിഡ്ത്ത് ഉണ്ട്, മീൻസ് ഹൈറ്റ് ഉണ്ട്. അതുപോലെ അണ്ടർ കട്ട്സ് ഇച്ചിരൂടെ എക്സ്ട്രീമാണ്. പക്ഷേ ഇത്രയും ഈ വീതി കുറച്ച് സൈഡ് പോർട്സ് വെക്കുന്നതിന് കുറച്ച് പോരായ്മകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് റേഡിയേറ്ററൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പുള്ളി അത്ര തലയുള്ള മനുഷ്യനാണ്, അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ സൈഡ് പോർട്സിൻ്റെ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ സൈഡ്സിലുണ്ടാകുന്ന ഡ്രാഗ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം വരുന്നത് സ്ട്രേറ്റ്സിലാണ്. സ്ട്രേറ്റ്സിന് നമുക്കറിയാം അടുത്ത വർഷം തൊട്ട് 50-50 പവർ ട്രെയിൻസിൻ്റെ ഒരു യൂസ് വരുന്നത് കൊണ്ട് തന്നെ മോട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് സ്ട്രേറ്റ്സിൽ എക്സ്ട്രാ പവർ ഡെലിവറി കൊടുക്കുമ്പോൾ ഈ സൈഡ് പോർട്സ് ക്രോസ് സെക്ഷൻ കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡ്രാഗ് കംപ്ലീറ്റ്ലി കുറയും. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന എക്സ്ട്രാ പവർ കംപ്ലീറ്റ്ലി കാറിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡ് പോർട്സിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് 2023 റെഡ് ബുള്ളിൻ്റെ സൈഡ് പോർട്സിൻ്റെ ഡിസൈനുമായിട്ട് സിമിലറാണ്. ഇനി ഈ സൈഡ് പോർട്സിൻ്റെ പുറകിലായിട്ട് എൻജിൻ കവർ കൂളിംഗ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അത് ഭയങ്കര മാസീവായിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ഈ എൻജിൻ കൂളിംഗ് ഔട്ട്ലെറ്റ് ഇത്രയും ബൾജായിട്ടിരിക്കണമെങ്കിൽ അതിനകത്തിരിക്കുന്ന പവർ യൂണിറ്റിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷൻ അതിനു വേണ്ടി വേണമെന്നാണ്. അപ്പം ഹീറ്റ് ഡിസിപ്പേഷനിൽ പുള്ളി കാര്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ഈ എൻജിൻ കവർ ഔട്ട്ലെറ്റിൻ്റെ പുറത്ത് ഒരു കാനോൺ സ്റ്റൈൽ എക്സിറ്റ് ഉണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻജിൻ കവറിൽ നിന്ന് വരുന്ന ഹീറ്റായിട്ടുള്ള എയറിനെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന കൂളായിട്ടുള്ള എയറുമായിട്ട് മിക്സ് ചെയ്ത് കാറിൻ്റെ റിയർ വിങ്ങിലേക്ക് വിടുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻജിൻ കൂളിംഗ് എക്സിറ്റിൽ നിന്ന് വരുന്ന ഹീറ്റായിട്ടുള്ള എയർ ഡയറക്റ്റ്ലി റിയർ വിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എയറോഡൈനാമിക്സിന് നല്ലതല്ല. പിന്നെ ചില F1 സോഴ്സുകൾ കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂവിയുടെ ഈ കാറിൻ്റെ ഡിസൈനിൽ കാസ്റ്റർ ആംഗിളിൽ നോർമലിനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് കണ്ടു. അത് എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാഞ്ഞത്. ഇപ്പോൾ ബാഴ്സലോണയിൽ ഒരു ഷേക്ക് ഡൗൺ ഇറങ്ങിയ അപ്പം കിട്ടിയ ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ വെച്ച് കിട്ടിയ
കുറച്ച് ഡേറ്റ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഫർദറായിട്ട് കുറച്ച് ഡേറ്റാസോടെ കിട്ടാനുണ്ട്. സസ്പെൻഷൻ്റെ ഡേറ്റാസ്, എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ഡേറ്റാസ്, ഹീറ്റ് ഷീൽഡിങ്ങിൻ്റെ ഡേറ്റാസ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അത് ബഹ്റൈൻ്റെ പ്രീ സീസൺ ടെസ്റ്റിംഗ് കഴിയുമ്പം കിട്ടും. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഡ്രിയാൻ ന്യൂവിയുടെ ഈ ഡിസൈനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല ഈ ആസ്റ്റൺ മാർട്ടിൻ്റെ ഈ പുതിയ കാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും അഡ്രിയാൻ ന്യൂവി പതിവ് പോലെ തന്നെ മാരക ഡിസൈനാണ് ഈ ആസ്റ്റൺ മാർട്ടിനിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാവരുടെ എല്ലാം കണ്ണ് തള്ളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആസ്റ്റൺ മാർട്ടിനും അഡ്രിയാൻ ന്യൂവിയും കൂടെ 2026 ചാമ്പ്യൻഷിപ്പ് തൂക്കും? കമൻറ്റ് ചെയ്യും.